പെട്ടെന്നൊരു മാർക്കറ്റ് അപ്പ് സൈഡോ ഡൗൺ സൈഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമോഷണൽ ബേസിസിൽ ചിലപ്പോൾ പെട്ടെന്ന് വിഡ്രോവലൊക്കെ കാണും. റിസ്ക് എന്നുള്ളത് ഇപ്പോൾ അസസ് ചെയ്യാനായിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇത് വേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു റിസ്ക് ആദ്യം അസസ് ചെയ്ത് കഴിഞ്ഞാലേ ഒരു പർട്ടിക്കുലർ ക്ലയൻറ്റിന് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യാം, ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യാം എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വൺസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിസ്ക്. ഇപ്പോൾ മോഡറേറ്റ് ഉണ്ട്, കൺസർവേറ്റീവ് ഉണ്ട്, അഗ്രസീവ് ഉണ്ട്. ഇത് ബേസ് ചെയ്തിട്ട് ഓരോ ആൾക്കാർക്കും അവരുടെ ഫണ്ട്സ് ചൂസ് ചെയ്യാനോ എന്നെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് ദ പ്രോബ്ലം ഈസ് എന്തെങ്കിലും പെട്ടെന്നൊരു മാർക്കറ്റ് അപ്പ് സൈഡോ ഡൗൺ സൈഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമോഷണൽ ബേസിസിൽ ചിലപ്പോൾ പെട്ടെന്ന് വിഡ്രോവലൊക്കെ നടക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഗോളൊന്നും എത്താൻ പറ്റില്ല. ഫസ്റ്റ് ആ റിസ്ക് അനുസരിച്ച് ഫണ്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആ ഒരു ഇമോഷണൽ അപ്രോച്ചെല്ലാം നമുക്ക് ഇമോഷണലി എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ പലതരത്തിൽ അസറ്റ് ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനും പറ്റും. അതാണ് അതിൻ്റെ ഒരു ഗുണം.